ഞങ്ങൾ മൂബിക്കാക്കിനെ പ്രാങ്ക് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാനും മാളും കൂടെ ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. കണ്ടില്ലേ, മാളും ഇപ്പോൾ റെഡി ആവാൻ തുടങ്ങിയിട്ടാവുള്ളൂ. ഞാൻ വേണം ഇനി സ്പീഡാക്കാൻ. അപ്പം ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ മൂബിക്കാനോട് പറഞ്ഞിട്ടില്ല ഇന്ന് പുറത്ത് പോകണം എന്നൊരു പ്ലാനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂബിക്കാക്ക് വന്നിട്ട് ഞങ്ങൾ റെഡി ആയി നിൽക്കണേ കാണുമ്പോൾ മൂബിക്കാക്ക് വില്ലിങ് ആയിരിക്കണം ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകാൻ. അതാണ് ഇന്നത്തെ ടാസ്ക്. ഇതിനൊരു പ്രാങ്ക് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. അപ്പം എന്തായാലും മൂബി വരുമ്പോഴുള്ള റിയാക്ഷൻ നമുക്ക് നോക്കാം. അഥവാ ഇന്ന് പുറത്ത് പോകാൻ പറ്റില്ല, മൂടില്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ സീനാക്കും മാളു. അപ്പം നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമുക്ക് അപ്പത്തെ അപ്പോൾ അല്ല, അത്ര സീരിയസ് ആക്കില്ല കേട്ടോ, കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുങ്ങി നിന്നത് കണ്ട് മൂബി ഇഷ്ടത്തോടെ ഞങ്ങളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവും ഗൈസ്. അപ്പോൾ ഇതിന് പ്രാങ്ക് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. നമുക്ക് എന്തായാലും മൂബിക്കാകെ വരുമ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കുക, എന്നിട്ട് മൂബീൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം മാളും എന്തായാലും ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതാ പരക്കം മയന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, 2 മിററിൽ മാറി മാറി നോക്കി ഒരുങ്ങുന്നൊക്കെയുണ്ട്. അവൻ ഞങ്ങളെ ഈദ് ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഔട്ട്ഫിറ്റാണ് ഞങ്ങൾ ഇടുന്നത്, കാരണം ഇത് മൂബിക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തന്നെയാണ് ഇടുന്നത്. മാളും ആ സെയിം ബ്ലൂ തന്നെയാണ് ഇടുന്നത്. മൂബീൻ്റെ ഷർട്ടും ഒക്കെ നമുക്ക് എടുത്തു വെക്കാൻ സമയമില്ല ഗൈസ്, പെട്ടെന്ന് ഒരുങ്ങാം ഗൈസ്. ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മമ്മ അപ്പം ഇങ്ങനെ പരക്കം പയ്യാണ് എഗ്ഗ് പുഴുങ്ങാൻ പറഞ്ഞു മൂബിക്കാർക്ക്. അപ്പം ഇതൊക്കെ റെഡിയാക്കി വെക്കട്ടെ എന്തായാലും. യെസ് ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ ഇത് പിന്നെ ഞാൻ സ്വന്തം ഒരുങ്ങിയതാണ് കേട്ടോ. ഐ മേക്കപ്പ് ഞാൻ ഐ ഷാഡോ ഒക്കെ ഞാൻ ഇട്ടതാ. പിരിഗോപ്പ് ഇത് മമ്മ ചെയ്തത് മുടിയും. സോ ഗൈസ്, അപ്പം ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്തു. ഒരുങ്ങും കൂടെ ചെയ്തപ്പോൾ ഫുള്ള് വേർക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു പാട്ടിട്ടിട്ട് ഒരു റീലും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് മുടിക്കാൻ കയറി വരുമ്പം എന്തായാലും റീലായിട്ട് അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ മാളും അതിനുള്ള പാട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂവി വരുമ്പോഴേക്കും നമുക്ക് റെഡി ചെയ്തിരിക്കണം. ഐ എം സോ എക്സൈറ്റഡ്. മാളു എഴുന്നേറ്റ് നമ്മൾ ഇതിനിട്ട സെയിം ഡ്രസ്സാണ്. ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് മാളൂസിൻ്റെ ലുക്ക്. യെസ്, കണ്ണൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള മാള് സ്വന്തം ചെയ്തതാണ് ഗൈസ്. യെസ്. അപ്പോൾ പാട്ട് വെക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. ഞാൻ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, ഡാൻസ് കളിക്കുന്ന റിയാക്ഷൻ. ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ടാണ് മൂബിക്കാക്കിനെ ഞങ്ങൾ വെൽക്കം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഡാൻസിൻ്റെ റിയാക്ഷൻ കിട്ടുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള റിയാക്ഷൻ കിട്ടുമോ ഒന്നും അറിയില്ല. അതിൻ്റെ ശേഷം ഞങ്ങളെ പുറത്ത് കൊണ്ടുപോകാന്നുള്ളത്, ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാന്നുള്ളത് മൂബിക്കാക്ക് തന്നെ പറയണം. അപ്പം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, അങ്ങനെ നമ്മുടെ പ്ലാൻ സക്സസ് ആയിരിക്കുകയാണ്. ഞങ്ങളൊന്നും പറയാതെ മൂബിക്കാക്ക് ഇങ്ങോട്ട് ചോദിച്ചു പുറത്ത് പോവാൻ. അല്ല, എങ്ങോട്ടാ എന്താ പരിപാടി ഉള്ളപ്പോ ഫുഡ് വാങ്ങാൻ എന്തെങ്കിലും വാങ്ങണോന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് എന്തെങ്കിലും അപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും വിചാരിച്ചു. അല്ല, ഇവിടെ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ. ചിക്കനും മീനൊന്നും ഇല്ല. അപ്പൊ നമ്മള് പുറത്ത് പോവാണ് ഗൈസ്. യെസ്. അപ്പൊ നമ്മള് വെറുതെ പ്രാങ്ക് ഒന്നല്ല, ഞങ്ങൾ വെറുതെ മുക്കാനൊന്ന് സർപ്രൈസ് ചെയ്യാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇവരോടൊക്കെ പറഞ്ഞിങ്ങനെ ഒന്നുമില്ല. പക്ഷെ റിയാക്ഷൻ ഒന്നും ഇല്ല. പിന്നെ എനിക്ക് പാട്ടിന്റെ ആ വരി തന്നെ വരുമോ എന്നുള്ള കൺഫ്യൂഷൻ വല്ലതും കിട്ടിയോ എന്തോ നോക്കി നോക്കാം ഗൈസ്. അപ്പം മാളു ഇതാ ഫിഷിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫിഷിന്റെ പേരെന്താണെന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് മറന്നുപോയി ഗൈസ്. എന്തായാലും നമ്മളത് ഇടാം. അപ്പൊ ഈ വ്ളോഗിലും കൂടെ ഒന്ന് പറഞ്ഞേക്കും മാളു. ഈ ഫിഷിന്റെ പേരെന്താന്ന് വെച്ചാല് യെസ്, നമ്മളന്ന് പേര് ചോദിച്ച കമന്റിൽ ഒരുപാട് പേര് പറഞ്ഞ പേരായിരുന്നു ഇത്. യെസ്, വിചാരിച്ച പേര് വരുന്നു. അപ്പൊ ഞാൻ കോമൺ ആയിട്ടുള്ള പേരല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ എന്തായാലും എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ബ്ലൂയി തന്നെ പേരിട്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ബ്ലൂയി. എല്ലാവരും മീറ്റ് ചെയ്യൂ. സേ ഹായ് ബ്ലൂയി. യെസ്, ഹായ് പറഞ്ഞു. ബൈ ബൈ. ബ്ലൂയിന്റെ വാലും കൊണ്ട് ഹായ് പറഞ്ഞത്. ഫിഷസ് നമ്മൾ കൈയില്ലല്ലോ അവർക്ക്, അവരിങ്ങനെ വാലിങ്ങനെ ആട്ടും. പിന്നെ മാള് വിളിക്കുമ്പോ അടുത്തേക്കൊക്കെ വരാറുണ്ട്.
സോ ഗായ്സ്, അപ്പം നമ്മുടെ പ്ലാൻ എല്ലാം അങ്ങനെ സക്സസ് ആയിരിക്കുകയാണ്. നമ്മളപ്പം പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തായാലും ഫുഡാൻ പോവാം. എന്നിട്ട് യെസ്, എന്നിട്ട് നമുക്ക് അവന്റെ മനസ്സിലിപ്പോ മുതലെടുക്കാണല്ലേ ആദ്യം പടത്തിന് ഒരുങ്ങി നിന്നിട്ട് ഫുള്ള് മുതലാക്കുക. യെസ്, വിളിക്കുന്നുണ്ട്. ഇതായിരുന്നു വളരെ സാഹസികമായി മൊബിക്കാക്ക ഇതിൻ്റെ ഉള്ളിലിട്ട് തിരിക്കുന്നുണ്ട് വണ്ടി. ഫുൾ അഡ്വഞ്ചറാണ് ഗൈസ്. ഉറക്കം വന്നിട്ടാണോ എന്നറിയില്ല. അപ്പം നമ്മളങ്ങനെ പുറത്ത് പോവാണ്. ആരും വിചാരിക്കാതെ ഞങ്ങൾ വിചാരിച്ചിരുന്നു, മൊബിക്കാക്ക് വിചാരിച്ചില്ല എന്ന് മാത്രം. അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, നമ്മള് പുറത്തുപോയി വന്നിട്ട് നമുക്ക് കളിയാണ്. ഇതിന് ഈ റോഡ് സൈഡിൽ ഫുൾ അങ്ങനെയായിരിക്കും ആളു. പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അതെന്താ ജിമ്മിലെ എല്ലാരും അർജന്റീന അല്ല, ജിമ്മത്തല്ല ലോഡിങ് അടിച്ചു വെച്ചാ. അപ്പൊ നിങ്ങളൊരു ഫ്ലെക്സ് ഒക്കെ ഇറക്ക്. ഫ്ലെക്സ് ഇപ്പൊ ജയിച്ചിട്ട് നമ്മള് അർജന്റീനയാണ് കേട്ടോ. ഞങ്ങള് ഫാമിലി മൊത്തം അർജന്റീനയാണ്. ആദ്യം മുതലേ അത്രേ ഉള്ളൂ. തോറ്റാലും ജയിച്ചാലും മെസ്സി ഉയിര്. നമുക്ക് കളിനെ ഫുട്ബോളിനെ കുറിച്ച് ABCD അറിയില്ല. പക്ഷെ ഫാമിലി ബേസ് എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാല് വൈഫിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന ആളാണ്. അത് പറഞ്ഞുകൊണ്ട് മെസ്സിനെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്, ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയാതെ. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ്. എനിക്ക് കളി ജയിച്ചാലും ഇല്ലെങ്കിലും പക്ഷെ മെസ്സിന്റെ ടീം ജയിക്കണം എന്ന് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട്, പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് അല്ലെങ്കിലും ഫാമിലീനെ നന്നായിട്ട് നോക്കുന്ന ആളുകളാണ് സക്സസ് ആവുള്ളൂ ലൈഫിൽ, അല്ലേ? അത് അത്രേ ഉള്ളൂ. അത് എത്ര വലിയ എത്ര ടോപ്പായിട്ട് എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എല്ലാ ഫീൽഡിലും നിങ്ങൾ എടുത്തു നോക്ക്, അപ്പം അവര് പറയും. സോ ഗായ്സ്, അപ്പം നമ്മൾ എന്തായിരുന്നു പറഞ്ഞു തന്നെ, അപ്പോഴേക്കൊരു വണ്ടി വന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ മെസ്സിന്റെ ഫാൻ ആയത്, അത്രേ ഉള്ളൂ. അപ്പൊ മെസ്സിക്ക് വേണ്ടി ഞാൻ ഫുട്ബോളൊക്കെ കാണുന്നു, പിന്നെ മൊബിക്കാക്ക് വേണ്ടിയിട്ടും. പിന്നെ ഞാൻ വന്ന സമയത്ത് കല്യാണം കഴിച്ച് വന്നപ്പോ എന്റെ പേജി ഫുള്ള് ക്രിക്കറ്റാണ് ഫുട്ബോളിനെ കാട്ടി. അപ്പൊ മൊബിക്കാക്കയാണ് ഇങ്ങനെ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞൊക്കെ തന്നപ്പോ മൊബിക്കാക്ക ഫുള്ള് അർജന്റീന ഫാൻ, മെസ്സി ഫാനാണ്. അതെ, പിന്നെ മെസ്സി ഫാനാണ് ഭയങ്കര, അർജന്റീന മെസ്സി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി അതിലേക്കായി. പക്ഷെ പിന്നെ പുള്ളീന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടറിഞ്ഞപ്പം ഇനിയിപ്പോ മൂവിക്കാക്ക് മാറിയാലും ഞാൻ മാറില്ല, അങ്ങനെയായി. അപ്പൊ പിന്നെ മാളൂസ് വേറെ ആവാൻ ചാൻസ് ഇല്ലല്ലോ. പക്ഷെ ഇന്നുണ്ടല്ലോ റൊണാൾഡോനെ കണ്ടപ്പോ റൊണാൾഡോനെ ഫാൻ ആയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, റെഡ് കളർ ജേഴ്സി ഇഷ്ടായത്. ഓ, അങ്ങനൊരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ ഓർത്തില്ല. റെഡ് കളറിന് അതായിരിക്കും ചിലപ്പോ. അതാണോ നീ അങ്ങനെ പറഞ്ഞു? പക്ഷെ ഇല്ല, അത് റെഡും ഗ്രീനും ആണ്. ഹാരിപ്പോട്ടറിന് റെഡും ബ്ലാക്കും. നമുക്ക് മെസ്സി മതി മാളോ. എന്താ മാളോ, മെസ്സിനെ അല്ലേ നിനക്ക് ഇഷ്ടം. പക്ഷെ ജേഴ്സി കണ്ട് ആരുടെയും പുറകെ പോരുത് മാളു, ക്യാരക്ടർ കണ്ടു പോണം. റൊണാൾഡോന്റെ മമ്മയും അബ്ബ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് മെസ്സിന്റെ ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്. യെസ്, കണ്ടോ, എന്റെ കുട്ടിക്ക് മെസ്സിനെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞങ്ങള് അതെന്താണ്, അപ്പൊ നമ്മളെല്ലാരും മെസ്സി ഫാൻ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് എന്താണ് പ്ലാൻ എന്ന് മൂവിക്കാക്ക പറയോ, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നമുക്കില്ലെങ്കിൽ ഒരു കൊച്ചിയില് നമുക്ക് നൈറ്റ് ഡ്രൈവ് തന്നെ ചുമ്മാ ഭയങ്കര രസമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്ലാൻ, ചിലപ്പോ എന്തെങ്കിലും ഒരു പെട്രോൾ അടിക്കണം, അതുപോലെ വണ്ടിക്കും പെട്രോൾ അടിക്കണം. അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് പോവാം. അപ്പൊ നമുക്ക് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് ഞങ്ങൾ വഴിയെ അറിയിക്കാം. കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തും നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങള് നമ്മളെ കൂടെ പോരെന്തായാലും. ഗൈസ്, ഇവിടെ ഉത്സവമാണ് തോന്നുന്നു. ഞങ്ങള് തിരക്കുണ്ടാവണ്ടെന്ന് ചെറിയ വഴി കൂടെ ആണോ. നല്ല രസമാണ് ഘോഷയാത്ര കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒച്ച കേൾക്കുമ്പോ റോട്ടിലേക്ക് ഇറങ്ങി ഓടി വന്ന് ഇങ്ങനെ കാണാൻ നിൽക്കുവായിരുന്നല്ലേ മുബി. മുബിക്കാക്ക അങ്ങനെ ഏതോ ഒരു നോട്ടീസിന് ഇതെന്തവരൊക്കെ അങ്ങോട്ട് നടക്കണേ, അവരൊക്കെ ഇങ്ങോട്ടാണല്ലോ. മുബിക്കാക്ക അങ്ങനെ പണ്ട് ഈ ഒരു ഉത്സവത്തിനാ എന്തിനോ നോട്ടീസിന്റെ പുറകെ ഓടിയിട്ട് വണ്ടി ഇടിച്ചു ഗൈസ്, അല്ലേ? എന്തായിരുന്നത്?
അത് നോട്ടീസ് എടുക്കാൻ നമുക്ക് ഈ പരിപാടി ഉണ്ടല്ലോ നോട്ടീസ് ഇങ്ങനെ ജീപ്പിൽ അനൗൺസ് ചെയ്യും. ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ എറിയണ പരിപാടി ഉണ്ട്. എന്തിന്റെ നോട്ടീസ് ഓർമ്മല്ല. അങ്ങനെ ഞാൻ ഓടിയതാ. വെറുതെ ആവശ്യം ഉണ്ടാവില്ല നോട്ടീസ്, പക്ഷെ നമ്മൾ ഓടും. ചെക്കന്മാര് കളർഫുള്ളാണല്ലോടി, മഞ്ഞ കളറ് ചുമപ്പ് കളറ്. അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് ഓടിയതാ. അപ്പൊ ഞാൻ റോട്ടില് വീണ്. എന്നിട്ട് ഓട്ടോന്റെ ഒരു വീലിന്റെ കാലിൽ കൂടെ കേറി ഗൈസ്. അങ്ങനെ എന്തെല്ലാം കുരുത്തക്കേടുകൾ. പിന്നെ സീതാപ്പഴം എന്താ ചൂടാക്കാൻ വെച്ചപ്പോ തീരെ കാല് കൊണ്ടുപോയിട്ട് അതെന്തായിരുന്നു അതൊന്ന് പറ. അത് നമ്മള് ഈ സീതാപ്പഴല്ലേ, അത് വെണ്ണൂറിൽ വെക്കും. വെണ്ണൂറ് എന്താ? വെണ്ണൂറ് നല്ലല്ലോ പറയാ അതിന്. വെണ്ണീര അല്ല വെണ്ണൂറ്. എന്തായാലും ഈ മറ്റേ അടുപ്പ് കനല് ചാരത്തില് വെക്കും. അപ്പൊ ഞാൻ പോയിട്ട് കാലും കൊണ്ട് പോയിട്ട് അതിലുണ്ടോ നോക്കിയതാ ഗൈസ്. പക്ഷെ അതില് തീ ഉണ്ടായിരുന്നു. അങ്ങനെ കാല് നല്ല ബുദ്ധിയായിരുന്നു ചെറുപ്പത്തില്. ഇപ്പോഴും അതേ ബുദ്ധി തന്നെയുള്ളത്. ഭയങ്കരമായിട്ട് ഏരിയ ഫുള്ള് പൊള്ളിപ്പോയി എന്റെ കാല്. അങ്ങനെ കാലിനാണ് ഫുള്ള് പരിക്ക്. ഞാനുള്ളപ്പം ഇവിടെ തന്നെ കൊച്ചിയിൽ തന്നെ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ, അല്ല കൊറേ ആയിട്ടുണ്ട്. ഈ വീട് തന്നെ മറ്റേ വീട്ടിൽ തന്നെ തീപ്പട്ടിക്കൊള്ളി എനിക്ക് സ്കൂളിലെ പ്രോജക്റ്റിന് വാങ്ങിയിരുന്നേ. എന്നിട്ട് അത് മമ്മന്റെ കസിൻ ആരോ ഇങ്ങനെ കാട്ടുന്നു കാണില്ല ലൈറ്റ് ഇട്. അപ്പൊ അതിന്റെ ഉള്ളില് തീപ്പട്ടി ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞ്. അപ്പൊ അത് അബ്ബ ട്രൈ ചെയ്തത് എന്തോ മീശയിൽ എന്തോ കത്തിപ്പിടിച്ചത്. അതെനിക്കറിയാം. അതെന്തായിരുന്നു വെച്ചാല് തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് വെച്ചരാന്ന് പറഞ്ഞ അതില് താടിയിലേക്ക് തീയായി അല്ലേ മൂവി. താടിയിലേക്ക് തീ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പറയുമ്പോ തമാശ, പക്ഷേ ഭയങ്കര ഒന്നാണ് നമ്മള് പൊട്ടത്തരം ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, നമുക്കിങ്ങനെ എന്താ പറയാ കരുതിക്കൂട്ടി അപകടം വിളിച്ചു വരുത്താന്ന് അറിയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. തീപ്പെട്ടി വെറുതെ ഞാൻ തീപ്പെട്ടി വായിലിടും എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആക്കുമ്പോ തീ കേടും. എന്റെ കസിൻസ് ഒക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് ആ താടിയിലേക്ക് ആയിപ്പോയി. താടിയൊക്കെ ആകുമ്പോ വേഗം കത്തൂലേ. അപ്പോ അത് പെട്ടെന്ന് തന്നെ ഒന്നും ആയില്ല. ചെറിയ തീ ഉണ്ടായിരുന്നുള്ളൂ തീപ്പെട്ടിക്കൊള്ളിയിൽ. പക്ഷെ അപ്പൊ തന്നെ അത് കെടുകയും ചെയ്തു. പക്ഷെ ബി കെയർഫുൾ ഗൈസ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സിലാണ് നമുക്ക് വലിയ വലിയ അപകടങ്ങൾ പറ്റുക. അപ്പൊ എല്ലാരും ഇതുപോലെ ആവരുത്, നല്ല ബുദ്ധിയോടെ പ്രവർത്തിക്കുക. പക്ഷെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങനെ മണ്ടത്തരങ്ങൾ അതെ. എന്റെ അതേ കുരുത്തക്കേട് കിട്ടിയിട്ടുണ്ട് എന്റെ മോക്ക്. എന്റെ ഒന്നും കിട്ടിയിട്ടില്ല, കാരണം എനിക്ക് കുരുത്തക്കേടില്ലല്ലോ. എന്റെ ബുദ്ധിയുണ്ട്. എന്റെ ബുദ്ധി നല്ല ബുദ്ധിയാണ്. അതെ, അതുകൊണ്ട് ഭയങ്കര കുരുത്തക്കേടായി പോയി. അർജന്റീനന്റെ ഇത്രയും നേരം ഓരോ ഫ്ലാഗ് കണ്ടിട്ട് നിർത്തിയില്ലേ. അർജന്റീനന്റെ ഫ്ലെക്സ് കണ്ടപ്പോ മുബിക്കാക്ക് വണ്ടി നിർത്തി കാണുന്നു. എന്താ ഓരോ വെറൈറ്റികളും കാണും. അടിപൊളി. അതാ നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ പാലത്തിന്റെ ഇടയിൽ കൂടി. മുബിക്കാക്ക് എന്താ നോക്കുന്നേ? ലിങ്ക് നോക്കാണ്. ഫോണില് കാണാനാ ലാപ്പില് കാണാം? ഞാൻ ഇരുന്ന് ഉറങ്ങും ചിലപ്പോ. 3:30 മണിക്കാണ് ഗൈസ്. പക്ഷെ ഞാൻ പിന്നെ 4:30 എണീക്കുന്ന ടൈമായ കുഴപ്പമില്ല. പക്ഷെ ഇന്നിപ്പോ നമ്മൾ എത്ര മണിക്ക് കഴിയും? 3/4 മണിക്കൂർ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് 12:30 ഖത്തറിന്റെ കളിയുണ്ട്. അപ്പം അതും കാണും. കളിയെ നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രി കാണുന്നത്. അത് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്താ. നല്ല ബാഗല്ലേ. എന്റെ കുട്ടീന്ന് സ്വന്തം ഒരുങ്ങിയതാട്ടോ. നല്ല ഭംഗിയില്ല ഗൈസ്. പറഞ്ഞോ ടൈൽ. അതിലേതാ ടൈല്? ടൈൽ. ഏത് കയ്യിൽ കൊക്കരക്കോ നോക്കി. അതാണ് എനിക്ക് പറ്റുക. ഏത് കയ്യിൽ കൊക്കരക്കോ. ടൈൽ. ടൈലാക്കിയത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ ചാനത്? അത് കഴിക്കേ. നല്ല ലെങ്ത് ഉണ്ട്.
കിട്ടിയിട്ടുണ്ട് ആ സാധനം കിട്ടിയിട്ടുണ്ട് ഓയിൽ കഴിച്ചില്ല ഗൈസ് ചിക്കൻ അടക്കം കഴിക്കും എൻ്റെ ഒരു കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അടിപൊളിയല്ലേ ആ അത് ഫൗളാണ് എങ്ങനെയുണ്ട് അതാണ് ഉദ്ദേശിച്ചത് ടേസ്റ്റ് എങ്ങനെയുണ്ട് മിക്സ് ചെയ്യാം ഗൈസ് മുബിക്കാക്കൻ്റെ ഷവായ വന്നിട്ടുണ്ട് കാത്തിരുന്ന് പറഞ്ഞില്ല നീ മറന്നുപോയാ സ്ഥിതി ഷവർമയാണോ അതാണോ രസം ആണോ നിനക്ക് അതാ ഇഷ്ടം തോന്നുന്നു അല്ലേ അങ്ങനെ നമ്മൾ എവിടെത്തിന് ഇനിയും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചീത്ത പറയും ഞങ്ങൾ കാണുമെന്ന് മനസ്സിലാവും പക്ഷെ ഞങ്ങൾ പടത്തിന് പോകാൻ വന്നതാണ് പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് കിട്ടുമോ നമുക്ക് നോക്കാം കണ്ടോ താക്കോല് വണ്ടിയിൽ വെച്ചിട്ടാണ് പോയത് രാത്രി എന്തിനാ കൂളിംഗ് ഗ്ലാസ് വളർത്താനാ ഇതോ ആര് പറഞ്ഞു മീൻ പറഞ്ഞോ നിന്നോട് ആഹാ എന്നാ വാന്നാല് നമുക്ക് ടിക്കറ്റ് കിട്ടുമോ നോക്കാം ബാ അപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമ്മൾ മൂവിക്ക് ടിക്കറ്റ് ഉണ്ടോ നോക്കട്ടെ ആള് ഭയങ്കര കുരുത്തക്കേടാണ് ഗായ്സ് ഇപ്പൊ പാവം പോലെ നിൽക്കുക വീഡിയോ ഓണാക്കിയപ്പോ അല്ലേ മൂവി എന്ത് അല്ല 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 മാളു വിളിച്ചു വന്നേ ബൈ ഇല്ല വാ 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 പോവാ എന്റെ തല എന്നാ പിടി ചെറുതായിട്ടൊന്ന് തലമുട്ടി ഗൈസ് അപ്പൊ എനിക്ക് എന്താ വാങ്ങി തരുന്ന എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കോ എന്നിട്ട് പൈസ കൊടുത്തോ എന്തായി ഇതെന്തിനാ ഏത് യെസ് നമ്മുടെ പുതിയ നെയ്ബറിന് അല്ലേ അപ്പൊ നമുക്ക് ബേബീനെ പരിചയപ്പെടുത്തി കൊടുക്കാം എല്ലാവർക്കും ഇത് വേണോ അല്ലെങ്കിൽ ഡ്രസ്സ് നോക്കണോ ഡ്രസ്സ് കൂടെ നോക്കി നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആഹാ ആ പെന്നൊന്നും വേണ്ട അമ്പട ബോക്സറാണ് തോന്നുന്നു അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാലെല്ലാം വേണം ഗൈസ് ഇങ്ങനത്തെ ചുമ്മാ പിന്നെ അവൾ തന്നെ പൈസ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചെടുക്കുന്നതിനെ കൊണ്ട് ഞാൻ ഒന്നും പറയാറില്ല അവൾ തന്നെ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് മസാജൊക്കെ ചെയ്ത് തന്ന് ഏൺ ചെയ്യുന്ന മണിയാണ് അല്ലേ പിന്നെ പെരുന്നാളിനൊക്കെ എല്ലാവരും കൊടുക്കുന്ന പൈസ അതിനകത്ത് നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് വാങ്ങിക്കും ഇപ്പം അതൊക്കെ എടുത്ത് വെച്ച് കുറച്ച് പൈസ ആകുമ്പോൾ ഇങ്ങനത്തെ ഷോപ്പിൽ വന്ന് എന്തെങ്കിലും വാങ്ങിക്കും ബേബിക്ക് നീയാണോ വാങ്ങുന്നത് ഞാൻ വാങ്ങേണ്ടി വരും ഇപ്പോൾ ഈ കോമ്പ് നല്ല ക്യൂട്ടായിട്ടുണ്ട് കുഞ്ഞു ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞു ബേബിയാണ് അവിടെ ഉള്ളത് 1 ഇയർ ആയിട്ടുള്ള ബേബിക്കാണ് ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് അപ്പം ഇത് നോക്കാം ഒരു ഓപ്ഷനിൽ വെക്കാം ഓളെ പൈസയും കൊണ്ട് ഓള് വാങ്ങിച്ചു അപ്പൊ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ വെറുതെ എന്താന്നൊക്കെ ചോദിച്ചാൽ വെറുതെ ഓരോ ഇങ്ങനത്തെ കിരികിരി സാധനങ്ങൾ നമുക്ക് ബേബിക്ക് നോക്കാം അല്ലേ
അമ്മേ നോക്കാക തല്ലുള്ളൂ തല്ലു നമ്മളെ. I don't need car or anything like that. അതെ അത് നല്ലൊരു കാര്യമാണ്. കാറാണെങ്കിൽ ഇതിലൊതുങ്ങൂല്ലേ. ബേബിക്ക് ഉണ്ടല്ലോ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ ഒരു ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ ഭയങ്കര സൈസ് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് അറിയില്ലേ കുട്ടിന്റെ വലുപ്പോ? ഒരു വയസ്സാണ്. ഇതാ ശരിയാ, ഇതാ ശരി. എടുക്കാം, മറ്റേത് കുഞ്ഞി സൈസാണ്. ആണോ? ഇതെടുക്കാം. കിറ്റീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എടുക്കാം, കിറ്റീനെ കണ്ടിട്ട് പറയാം. ഞാൻ എടുക്കാം. എന്നാ വാങ്ങിയ തീരൂല ഗൈസ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇത് വെച്ചാൽ ഇതിന്റെ കൂടെ നല്ല രസമാണ്. ആ നല്ല രസമുണ്ട് അല്ലേ മാളു? മാളു ഓക്കെ പറയുള്ളൂ. മാളുവിന് ഇഷ്ടമായി. മാളു കറി നിന്റെ പൈസ കഴിഞ്ഞിട്ടോ? 500 ഉണ്ടേനു. ആ ഇനി 500 തിരി എത്ര? ഇത്രയും കൂടെ ഉണ്ട്. ഇത് വാങ്ങി ഇതിന് 500 ആയില്ല. അപ്പൊ എന്റെ ബാക്കി 500. അതെന്ത് കണക്കാ? ഗായ്സ് ഞങ്ങളങ്ങനെ മോളിവുഡ് ടൈംസ് ആണ് കാണാൻ വന്നിട്ടുള്ളത്. ഇതെന്താ മാള് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചതാ തോന്നുന്നു. നമ്മൾ ഏതാ കാണാൻ പോകുന്നേ? യെസ്. പിന്നെ അതിൽ കുറെ പേരുണ്ട്. നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 പേരുണ്ടായില്ല. ആരാ അറിയോ? നിനക്ക് എങ്ങനെ അറിയാം? അബ്ബ കാണുമ്പോഴോ? നോക്കട്ടെ. മുബിക്കാക്ക് ഇതാ ഇവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങള് വാഷ്റൂമിൽ പോയ സമയത്ത് മാള് വാങ്ങിച്ചതില് ഓരോ നമ്പറിലാക്കണം. ലൈഫില് ഇപ്പം ചിലവർക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്താ അറിയോ? സ്വന്തം സേവിങ്സ് വെച്ചിട്ട് ഒരു സാധനം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങുക, സ്വന്തം പൈസ വെച്ചിട്ട്. ലൈക്ക് സോ ഇറ്റ്സ് വെരി ഹാപ്പി. എപ്പോഴും കണ്ടാ മതി. അതെ, സേവ് ചെയ്ത് വാങ്ങിക്കണം. അവള് വാങ്ങിക്കടാ, അവള് എന്നെ പോലെ. പിന്നെ എന്നാ വാങ്ങിക്കൊണ്ട. ഇതെന്റെ കാറ്റഗറി പെട്ടതല്ല. ഇത് ഭയങ്കര എക്സ്പെൻസീവ്. നിനക്ക് നല്ല ചെലവാണ് ഇപ്പൊ. എന്നിട്ട് അബ്ബക്ക് ലാസ്റ്റ് ബർത്ത്ഡേക്ക് എന്താ പറയാ വാങ്ങിക്കൊടുക്ക? മറ്റേ അല്ല, മമ്മന്റെ പൈസക്ക് മമ്മ എന്താ പറയാ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഞാൻ അതോ ഷൂസാ? എന്താ എന്തായാലും അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി ബർത്ത്ഡേക്ക് അല്ലേ? പ്രോട്ടീൻ പൗഡർ. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് അടുത്ത വർഷവും ബർത്ത്ഡേക്ക് സാധനം വാങ്ങിയിരിക്കും. കുട്ടിക്ക് മനസ്സിലായി ഒറ്റടിക്ക്. നല്ലത് പറഞ്ഞാൽ നിന്റെ കുട്ടി, അല്ലെങ്കിൽ എന്റെ കുട്ടി അല്ലേ? ആള് ഇതില് എന്നോട് ട്രൈ ചെയ്യാനാണ് പറഞ്ഞത്. എനിക്ക് 50 നമുക്ക് എത്ര 60 പോയിന്റ്സ് കിട്ടി. എനിക്ക് 50 പോയിന്റ്സ് കിട്ടി. മാള് എങ്ങനെ ഇത്ര ഹൈറ്റിലെത്തി? യെസ്, എന്റെ കാട്ടി ഹൈറ്റ് ആയല്ലോ. കാണിച്ചു തരാം. ഇതുണ്ട്, 2 കുഷ്യനാണ് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇത് കണ്ടോ, പാർക്കിങ്ങിൽ വണ്ടി ഇല്ലാത്ത പാർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ലുലുവിൻ്റെ. മാളൂസിന് ഉറക്കം വരുന്നുണ്ട്. മാളു ഉറങ്ങിയോ? കയറ്. അപ്പം നമ്മൾ പടമൊക്കെ കണ്ട് ഇറങ്ങി ഗൈസ്. 2:10 ലാസ്റ്റ് ഷോയ്ക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നെ. നല്ല പടമായിരുന്നു അല്ലേ മൂവി? സിനിമകളെ കുറിച്ചുള്ളൊരു അങ്ങനെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സിനിമ. സിനിമയ്ക്ക് വേണ്ടി നടക്കുന്നവർക്ക് ഒരുപാട് കണക്ട് ആവും. അപ്പൊ നൈസായിരുന്നു സംഭവം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടോ വണ്ടികളില്ലാത്ത പാർക്കിംഗ് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് ലുലുവിൽ, ഇത്രയും ലേറ്റ് ഷോയ്ക്ക് വന്ന കാരണം. അപ്പൊ നമ്മളിനി വീട്ടിൽ പോയിട്ട് എന്താണ് കളി കാണണം. യെസ് ഗൈസ്. അപ്പൊ നമ്മളെ കുട്ടി നെയ്ബറിനെ കാണാൻ പോവാ നമുക്ക് അല്ലേ? മാളുവിന്റെ ഇപ്പത്തെ ഫ്രണ്ട്. ഹലോ ഹലോ. ഹായ് പറ. സേ ഹായ്. ഹായ് ഹായ്. എവിടെ മ്യാവ്? എവിടെ മ്യാവ്? മ്യാവ് മ്യാവ് മ്യാവ്.
അങ്ങനെ കണ്ട കരയും ഗൈസ്, അതുകൊണ്ട് പുറത്ത് നിൽക്കാം. എന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ എന്താണെന്നറിയില്ല. മിനി ഹായ് 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 ഹായ്. മുടി നിൽക്കുന്ന മാളൂനാണ് ഇരുന്ന് കൊടുക്കുന്നത്. ഞാൻ തലയിൽ തൊട്ടപ്പോ ഇങ്ങനെ ആക്കി. ആ Where is Papa? Eh? What is this, Mini? It's a donut. No, Bara. Don't say. No, Mini put it. Mini put it. ഓക്കെ ആണോ മാളു? അപ്പൊ ഇതും പോട്ടോ, அப்படியே வெளியில போல. ஹாய் கிட்டி. Kitty. இது என்ன இது என்ன? What is this? What is this? Oh, kitty. Show your nose. Ah, very good. Yeah. Great. There is your heart. There is your heart. നിന്റെ ആട്ടം അവിടെ. നീയാണ് അവളെ ഹാർട്ട്. How will Mini laugh? Laugh? Oh, laugh. See, Avloda. laugh. How will you laugh? I say hi. Hi. Come on. You want that elephant. Elephant shout. How will elephant? Hi. Clap clap. Down. Mini, see. என்னது? Song with Taka. Wings on the bus. How will elephant shout? How will elephant? Okay, let's dance. Wings on the bus. Bus go round. Look. ഗായ്സ്, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്നും പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പൊ നമ്മള് ബേബിക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് മാളസ് ഭയങ്കര ഹാപ്പി ആയി. ഇതെന്താ മാളും ഇങ്ങനെ ഇരിക്കണം അന്തം വിട്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളെ ടീമിന്റെ ജേഴ്സി വാങ്ങിക്കാൻ പോവാണ് 3 പേർക്കും. എഗെയിൻ ഞാൻ എനിക്ക് ചേരാത്തൊരു ലിപ്സ്റ്റിക് ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനു അപ്പൊ നമ്മള് ജേഴ്സി വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടും. അപ്പൊ നിങ്ങക്ക് കാണാം. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. സോ ബൈ ഗൈസ്. മാളു ബൈ പറ എല്ലാവരോടും. അപ്പൊ മാളൂസിനെയും ബേബിനെയും ഇടക്കിടക്ക് നിങ്ങൾക്ക് കാണാം ഇനി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FB യിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ബൈ.